പുനഃസംഘടനാ ചർച്ചകൾക്കായി കെ.പി.സി.സി നേതൃത്വം ഇന്ന് ഡൽഹിയിലെത്തും. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുമായി കെ.പി.സി.സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഡൽഹിയിൽ ചർച്ചയ്ക്കെത്തുന്നത്. ഡൽഹിയിലുള്ള എംപിമാരുടെ അഭിപ്രായവും തേടും. അതിനുശേഷം എ.ഐ.സി.സി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. കെ.പി.സി.സി സെക്രട്ടറിമാരുടെ പ്രഖ്യാപനവും ഉടൻ നടത്താനാണ് നീക്കം. കെ.ആർ. സാജു വിവരങ്ങൾ നൽകും. സാജു, കെ.പി.സി.സി പുനഃസംഘടനയുമായി ചർച്ചകൾ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ചധികം നാളുകളായി. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തകൃതിയാകുന്നു. എപ്പോഴത്തേക്ക് കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇന്ന് നടക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? രാവിലെ തന്നെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും സംഘവും ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. രാവിലെ തിരുവനന്തപുരത്ത് നിന്നും 7:30-ക്കുള്ള ഫ്ലൈറ്റിനാണ് പുനഃസംഘടനാ ചർച്ചയ്ക്കായി സണ്ണി ജോസഫ് ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതുപോലെ വർക്കിംഗ് പ്രസിഡന്റുമാരും എത്തുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ എംപിമാരടക്കമുള്ളവരുമായി ഡൽഹിയിലെ അവസാനവട്ട കൂടിക്കാഴ്ചകൾ കൂടി ഇന്നും നാളെയുമായി നടക്കും. അതിനിടയിലായിരിക്കും ഹൈക്കമാൻഡുമായുള്ള ആശയവിനിമയം. മുഴുവൻ DCC, അതായത് തൃശ്ശൂരിലാണ് ഏറ്റവും അവസാനം പുതുതായി DCC അധ്യക്ഷൻ വന്നത്. അതൊഴികെ മുഴുവൻ പേരെയും മാറ്റണമോ അതോ മികച്ച പ്രകടനം നടത്തിയ 5 DCCകളെ നിലനിർത്തണമോ എന്ന കാര്യത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴുമുണ്ട്. അക്കാര്യത്തിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിയില്ല. അങ്ങനെ ചിലരെ മാത്രം നിലനിർത്തിയാൽ മറ്റുള്ളവർ മോശക്കാരാണ് എന്ന പ്രതീതി ഉണ്ടാകുന്നത് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരിച്ചടിക്കും എന്ന വിലയിരുത്തലുകളുമുണ്ട്. അതുകൊണ്ട് തൃശൂർ ഒഴികെ മുഴുവൻ DCC അധ്യക്ഷന്മാരും മാറട്ടെ എന്ന നിലപാടാണുള്ളത്. ഒപ്പം തന്നെ കെ.പി.സി.സിയുടെ ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും കൂടി കൂടുതലായി തീരുമാനിക്കേണ്ടതുണ്ട്. നിലവിൽ 24 ഭാരവാഹികളാണ്, ജനറൽ സെക്രട്ടറിമാരാണ് ഉള്ളത്. അതിന്റെ എണ്ണം ഏതാണ്ട് 35ആയി ഉയരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണവും കൂടും. ഇതിലെല്ലാം നിലവിലുള്ള ഭാരവാഹികളിൽ ചിലരെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ DCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഒഴിവാക്കപ്പെടുന്ന ചിലർക്കു കൂടി അക്കോമഡേഷൻ നൽകിക്കൊണ്ടായിരിക്കും കെ.പി.സി.സി ഭാരവാഹി പട്ടികയുടെ വിപുലീകരണം ഉണ്ടാകുക. കെ.പി.സി.സി സെക്രട്ടറിമാരെ തീരുമാനിക്കണം. ദീർഘകാലമായി കെ.പി.സി.സിയുടെ ട്രഷറർ പദവി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിലും തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച ചർച്ചകളാണ് ഇന്നും നാളെയുമായി ഡൽഹിയിൽ നടക്കുക. തുടർന്ന് പിന്നീടായിരിക്കും, ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞ് വീണ്ടും ഒരു കൂടിയാലോചനകൾ കൂടി നടത്തിയ ശേഷമായിരിക്കും അന്തിമമായ പ്രഖ്യാപനം എന്ന സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. ഇതിനെല്ലാം ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ പുനഃസംഘടന വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ബാക്ക്ഫയർ ചെയ്യുന്ന രീതി ഉണ്ടാവരുത് എന്നതുകൊണ്ട് മതിയായ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരുമായി ഇപ്പോഴത്തെ കെ.പി.സി.സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പലതവണ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ചില മുതിർന്ന നേതാക്കളുമായുള്ള ആശയവിനിമയം ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് ഈ ചർച്ചകൾ കൊണ്ടുപോകുന്നത്. ജിൽസി.